ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയില്ല, ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ജോഷിത എന്നാണ്. എൻ്റെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. വീട്ടിൽ 3 മക്കളും അമ്മയും ഹസ്ബൻഡുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം ഇന്ന് പാൽച്ചേമ്പിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാൽച്ചേമ്പും പരിപ്പും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ 2 വിസിലടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്യാറ് കുക്കറിൽ. അതിന് ശേഷം നമ്മൾ വിസിൽ പോയിട്ട് നാളികേരം അരച്ചൊഴിക്കും കേട്ടോ, പിന്നെ വറവിടും, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് കേട്ടോ കറി വയ്ക്കാറ്. എല്ലാവരും അങ്ങനെയാണോ കറി വയ്ക്കാറ്? പാൽച്ചേമ്പ് വേറെ രീതിയിൽ വെക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ എങ്ങനെയാണ് വയ്ക്കാറെന്ന്. അതേപോലെ ഒന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മമ്പയറിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മമ്പയറിൻ്റെ ഉപ്പേരി ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ പയർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിനും ഇഷ്ടം മമ്പയർ അങ്ങനത്തെയൊക്കെ മുതിര അങ്ങനത്തെയൊക്കെ കറികൾ ഉപ്പേരികളാണ് കേട്ടോ ഇഷ്ടം. ഇപ്പം എല്ലാ വീട്ടിലും നല്ല തിരക്കാവില്ലേ രാവിലെ, കുട്ടികൾക്കൊക്കെ ചോറ് കൊണ്ടുപോകാനുള്ള തിരക്ക്. അതിനിടയിലൊരു മഴ, കറണ്ട് കട്ട്, നല്ല തിരക്കോട് കൂടിയ രാവിലെ അങ്ങനെയാവില്ലേ. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. രാവിലെ 7:15 പോകണം. അപ്പോഴത്തേനും നമുക്ക് ചോറും കറിയും ചായയും അതിലോട്ടുള്ള പലഹാരവും എല്ലാം ആവണം കേട്ടോ. അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും തിരക്കൊക്കെ ഒഴിഞ്ഞ് അങ്ങനെ നിൽക്കും. പിന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് അടിക്കാനും തുടയ്ക്കാനും അതിനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് നേരം പോകുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടിക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അവന് ഓരോ കുസൃതികളും ഇങ്ങനെ കാണിക്കും. അപ്പം നമുക്ക് നേരം അങ്ങനെ പോകും കേട്ടോ. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അടിക്കലും തുടയ്ക്കലും ഈ ഒരു ഏരിയയിൽ നമ്മൾ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് പോകില്ലല്ലോ കേട്ടോ. ഈ ടേബിളിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇരുന്ന് കഴിക്കാറില്ല. നമുക്ക് അടുക്കളയിൽ ചെറിയൊരു ടേബിൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലാണ് കേട്ടോ കൂടുതലും കഴിക്കലുണ്ടാവൽ. എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് ഇരിക്കാറുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് 1 വർഷം ആവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യത്തെ വീട് അവിടെ നിന്നിട്ട് പുതിയ വീട് വെച്ചപ്പോൾ പോന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. നമ്മൾ വീടിൻ്റെ നേരെ താഴെ തന്നെയാണ് ആദ്യം നമ്മൾ താമസിച്ചിരുന്ന വീട് കേട്ടോ. നമുക്ക് അടിച്ചൊരു തുടയ്ക്കാൻ വലിയ ചളിയൊന്നും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞല്ലോ ചെറിയ ആൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. അവൻ ഓരോന്ന് കാണിക്കണതിൻ്റെ പരിക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വീടിൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ. പിന്നെ പെട്ടെന്ന് അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.